Well, friends, I am Professor N.S. Shamaprasad. We are going to discuss the anti-defection law. Anti-defection law is the 10th schedule of Indian Constitution. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നമ്മുടെ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയതിന് ശേഷം ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റി 10ാമത്തെ പട്ടികയായിട്ട് ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുകയാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. 1985 ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ പാസ്സാക്കുന്നത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ പാസ്സായത്. അപ്പോൾ നമുക്കറിയാം 1951-52 കാലഘട്ടത്തിലാണ് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എലക്ഷൻസ്, പാർലമെൻറ്റ്, അസംബ്ലി എലക്ഷൻസ് എല്ലാം നടക്കുന്നത്. എലക്ഷൻ നടക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികളുണ്ട്. ഈ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായിട്ട് ഒരുപാട് മത്സരിക്കുന്നു, ജയിക്കുന്നു, അധികാരത്തിൽ വരുന്നു. പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പലരും പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച പലരും ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, വേറൊരു പാർട്ടിയിൽ ചേരുന്നു. കുറച്ച് കഴിഞ്ഞ് ആ പാർട്ടിയിൽ നിന്ന് മാറി വേറൊരു പാർട്ടി ചേരുന്നു. ഇങ്ങനെ ഡിഫെക്ഷൻ വാസ് വെരി കോമൺ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ പാർട്ടി മാറിപ്പോകുന്നതിന് ഐഡിയൽസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒന്നുമല്ല. പാർട്ടി മാറിപ്പോകുന്നതിന് പ്രധാന കാരണം അധികാരം കിട്ടുക അല്ലെങ്കിൽ പണം കിട്ടുക. അപ്പോൾ അന്ന് ചില ടേംസ് ഉണ്ട്, ഹോഴ്സ് ട്രേഡിംഗ് എന്നൊക്കെ പറയും, കുതിര കച്ചവടം എന്നൊക്കെ പറയും. എംഎൽഎമാരെ എം പിമാരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കുക, അങ്ങനെ അവർ പാർട്ടി മാറുക, ഗവൺമെൻറ് ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുക. ഒരു ഗവൺമെൻറ് ഉണ്ടായിക്കഴിഞ്ഞു, അതിലെ കുറേ എംഎൽഎമാർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് താഴെ പോകുന്നു, അങ്ങനെ ഗവൺമെൻറ് ഡീസ്റ്റെബിലൈസ്ഡായി ഇങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ. അപ്പോൾ ചിലപ്പം രസകരമായിട്ട് പറയുകയാണെങ്കിൽ ഒരാളൊരു പാർട്ടിയിൽ നിന്ന് മാറി വേറൊരു പാർട്ടി പോയി ചേരുന്നു. ഉച്ചയ്ക്ക് അയാൾ വൈകുന്നേരം ആകുമ്പോൾ വേറൊരു പാർട്ടി പോയിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ഈ പാർട്ടി തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഹിന്ദിയിൽ നോർത്തിൽ ഒരു പേരുണ്ടായിരുന്നു, ആയാറാം ഗയാറാം എന്ന്. ഇങ്ങനെ ഒരു നമ്മുടെ ഭരണ സംവിധാനത്തെയും ജനാധിപത്യ സമ്പ്രദായത്തെ എല്ലാം അഫക്റ്റ് ചെയ്ത ഡിഫെക്ഷൻ ഒന്ന് നിർത്തണം എന്നുള്ള ആലോചന എല്ലാ പാർട്ടികൾക്കിടയിലുണ്ടായിരുന്നു. അപ്പോഴാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത്. അപ്പോൾ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അദ്ദേഹം ഇവരുമായിട്ട് ചർച്ച ചെയ്തു, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഈ ഡിഫെക്ഷൻ നിർത്തണം. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ചു. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് 85 ആൻറ്റി ഡിഫെക്ഷൻ ലോ പാസ്സായി. അപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ പാസ്സായി കഴിഞ്ഞപ്പം അതിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഭരണഘടനയിൽ തന്നെ എഴുതി ചേർത്തു. ഭരണഘടനയുടെ 10ാം പട്ടികയായിട്ടാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എഴുതി ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്താണ്, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യത്ത് മിക്കവാറും സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തനം നടത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർ ജയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം ജനങ്ങൾ സാധാരണഗതിയിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ 95% ആളുകളും വോട്ട് ചെയ്യുന്ന പാർട്ടിക്കാണ്, കാൻഡിഡേറ്റ്സിനല്ല. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് ജയിക്കുന്നത് പാർട്ടിക്ക് ജനങ്ങളോട് സപ്പോർട്ടാണ്. അങ്ങനെ പാർട്ടിയുടെ സപ്പോർട്ട് എടുത്ത് ജയിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് പാർട്ടി മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പം ആൻറ്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് ഒരാൾ ഒരു പാർട്ടി ടിക്കറ്റ് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ ഹൗസിൻ്റെ ടേം, ലോക്സഭയാണെങ്കിൽ 5 കൊല്ലം, അസംബ്ലി ആണെങ്കിൽ 5 കൊല്ലം, അല്ലെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ 6 കൊല്ലം, ആ ടേം തീരുന്നവരെ അയാൾക്ക് ആ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പറ്റത്തില്ല, വേറൊരു പാർട്ടി ചേരാൻ പറ്റത്തില്ല, ആ പാർട്ടിയുടെ പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്കെതിരെ ആൻറ്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് നടപടിയെടുക്കാം. ആൻറ്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് എന്താ നടപടി? ആകെയുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ഇല്ലാതാവുന്നു. അപ്പോൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത ഒരു മെമ്പർ, അതിലൊരു പാർട്ടി ഉണ്ട്, പാർട്ടിയുടെ സ്ട്രെങ്തിലാണ് അയാൾ ജയിച്ചത്. അയാൾ പാർട്ടിയിൽ നിന്ന് മാറിയാൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പണിഷ്മെൻറ്റും ഇല്ല. അപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യുമ്പം ആ സീറ്റ് വേക്കൻ്റ് ആവും. ആ സീറ്റ് മത്സരം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് മത്സരിക്കുകയും ചെയ്യാം. ഒറ്റ പണിഷ്മെൻറ്റേ ഉള്ളൂ, ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ടു കണ്ടിന്യൂ ആസ് ദ മെമ്പർ ഓഫ് ദ ഹൗസ്. അതാണ്. അപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത്, ആൻറ്റി ഡിഫെക്ഷൻ ലോ അപ്ലൈ ചെയ്യുന്നത് ലോക്സഭ, അസംബ്ലി, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇതിലെ എലക്റ്റഡ് മെമ്പേഴ്സും നോമിനേറ്റ് മെമ്പേഴ്സിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ. പാർട്ടിയുടെ പ്രസിഡൻറ്റിനെയോ പാർട്ടിയുടെ സെക്രട്ടറിയോ ഇവരെ ഒന്നും ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ അഫക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ ആപ്ലിക്കബിൾ അല്ല. അവർക്ക് പ്രത്യേക നിയമമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു ലോക്സഭയിലെ മെമ്പറോ രാജ്യസഭയിലെ മെമ്പറോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയിലെ മെമ്പറോ ഡിഫെക്റ്റ് ചെയ്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഈ ഡിസ്ക്വാളിഫൈനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർക്കാണ്. അപ്പോൾ ലോക്സഭ ആണെങ്കിൽ ലോക്സഭ സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്, രാജ്യസഭ ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് തീരുമാനിക്കും. ഇപ്പോൾ അസംബ്ലിയാണ്, കേരള അസംബ്ലി ആണെങ്കിൽ കേരള അസംബ്ലിയുടെ സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ആ പ്രിസൈഡിങ് ഓഫീസറാണ് ഈ തീരുമാനം എടുക്കുന്നത്. ഒരാൾ കൂറുമാറി എന്നുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രിസൈഡിങ് ഓഫീസർ അതിനെക്കുറിച്ച് പഠിക്കുന്നു, അത് ആർഗ്യുമെൻറ്റ്സ് 2 സൈഡിൽ നിന്ന് കേട്ടതിന് ശേഷം അദ്ദേഹം തീരുമാനിക്കും ഇദ്ദേഹം ഡിഫെക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഡിഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ആവുന്നതാണ്.
അപ്പം ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ പല സ്പീക്കർമാർക്ക് അധികാരം കൊടുത്തപ്പോൾ ചില സ്പീക്കർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ അധികാരം തരണ്ട എന്നുവെച്ചാൽ ചില സ്പീക്കർമാർ ലീഗലി വെൽ ക്വാളിഫൈഡ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കേട്ട് തീരുമാനം എടുക്കുക അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് അധികാരം വേണ്ട, ഈ അധികാരം പ്രസിഡന്റ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പോഴത്തെ നിയമം സ്പീക്കർ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറാണ് ഇത് കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. അതേസമയത്ത് പഞ്ചായത്ത് ഓഫീസറാണെങ്കിൽ പഞ്ചായത്ത് ആക്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് അനുസരിച്ച് ഒരാൾ പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പൽ കൗൺസിലറോ മാറിയാൽ തീരുമാനം എടുക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. പക്ഷേ പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സാണ്. ഇപ്പോൾ രാജ്യസഭയിലാണെങ്കിൽ വൈസ് പ്രസിഡൻ്റാണ് തീരുമാനം എടുക്കുന്നത്. ഇനി നമ്മൾ നിയമം ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയിരുന്നു, ഈ സ്പീക്കറുടെ തീരുമാനം അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് തീരുമാനം കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പാടില്ല. സ്പീക്കർ ഡിസിഷൻ ഈസ് ഫൈനൽ എന്നായിരുന്നു നമ്മുടെ നിയമത്തിൽ എഴുതി വെച്ചത്. പക്ഷേ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ കിഹോട്ടോ ഹൊലാഹാൻ എന്നൊരു കേസ് ഉണ്ടായിരുന്നു. ആ കിഹോട്ടോ ഹൊലാഹാൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയല്ല, സ്പീക്കർ തീരുമാനം എടുത്താലും സ്പീക്കറുടെ തീരുമാനം ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം, സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാം. എന്നുവെച്ചാൽ സ്പീക്കർ ഒരിക്കലും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നില്ല. സ്പീക്കർ ഒരു പാർട്ടിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനവും കംപ്ലീറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ സ്പീക്കർ ഇവിടെ ഫങ്ഷൻ ചെയ്ത് ഒരു ട്രൈബ്യൂണലായിട്ടാണ്. അപ്പോൾ എല്ലാ ട്രൈബ്യൂണലും ഹൈക്കോടതിയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ സ്പീക്കർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്പീക്കറുടെ തീരുമാനം നാച്ചുറലി ഇറ്റ് ക്യാൻ ബി ക്വസ്റ്റ്യൻ ദ ഹൈക്കോർട്ട്, ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ബി ചലഞ്ച് ഇൻ ദ സുപ്രീം കോർട്ട്. അപ്പം കിഹോട്ടോ ഹൊലാഹാൻ കേസ് വന്നതോടെ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്നുണ്ട്. ഇനി 2-3 പ്രധാന കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒരു മെമ്പർ, പാർട്ടി മെമ്പർ എലക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് എ പാർട്ടി ടിക്കറ്റ്, അയാൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയോ വേറൊരു പാർട്ടി ചേരുക ചെയ്താൽ അത് ഡിഫെക്ഷനാണ്. ഇനി ഒരു ഇൻഡിപെൻഡൻ്റ് മെമ്പർ അയാൾ ഒരു പാർട്ടിയിലും ഇല്ല, ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നത്, ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിനെ സപ്പോർട്ട് വേണം, പക്ഷേ ഈ കാൻഡിഡേറ്റ് ഇലക്ഷൻ ആസ് ആൻ ഇൻഡിപെൻഡൻ്റ് കാൻഡിഡേറ്റായിട്ട് എലക്ട് ചെയ്യുന്ന ആൾക്ക് ഒരു പാർട്ടിയിലും ചേരാൻ പറ്റത്തില്ല. ഇപ്പോൾ ലോക്സഭയിലേക്ക് ഒരാൾ ഇൻഡിപെൻഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, 5 വർഷമായപ്പോൾ ഒരു പാർട്ടിയിലും ചേരാൻ പറ്റത്തില്ല. പാർട്ടിക്കാരനാണെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പോകാനോ വേറൊരു പാർട്ടി ചേരാനോ പറ്റത്തില്ല. ഇനി നോമിനേറ്റ് മെമ്പർ, നമുക്ക് കുറേ നോമിനേറ്റ് മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ രാജ്യസഭയിൽ 12 നോമിനേറ്റ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളിടത്ത് ഏകദേശം 1/6 മെമ്പേഴ്സ് ആർ നോമിനേറ്റ് ബൈ ദ ഗവർണർ. ഈ നോമിനേറ്റ് മെമ്പേഴ്സിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇവർ പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ വിത്തിൻ 6 months ദേ ക്യാൻ ജോയിൻ എനി പാർട്ടി. ഇപ്പോൾ പാർട്ടി മെമ്പർ അല്ലാത്ത ഒരാളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് 6 മാസം ടൈം കൊടുത്തിട്ടുണ്ട്. 6 മാസത്തിനകം അദ്ദേഹത്തിന് ഈ പാർട്ടിയിലോ ഇഷ്ടമുള്ള പാർട്ടി ചേരാം. പക്ഷേ 6 മാസം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു പാർട്ടിയിലും ചേരാൻ അവകാശമുണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന 6 വർഷത്തേക്കാണ്, 6 മാസം ആകുമ്പോഴേക്ക് വേണേൽ ചേരാം. പിന്നെ ചേർന്നിട്ടില്ലെങ്കിൽ പിന്നെ 5.5 കൊല്ലത്തേക്ക് ഒരു പാർട്ടിയിലും ചേരാൻ പാടില്ല. അപ്പോൾ നോമിനൽ മെമ്പർക്ക് 6 മാസം കിട്ടും, 6 മാസത്തിനകം തീരുമാനം എടുത്ത് ജോയിൻ ചെയ്യാം. ഇൻഡിപെൻഡൻറ്റ് മെമ്പർക്ക് ഒരിക്കലും ഒരു പാർട്ടിയിലും ചേരാൻ പറ്റത്തില്ല. അങ്ങനെ ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് പോകും. അപ്പോൾ ആകെയുള്ള പണിഷ്മെൻറ്റ് മെമ്പർഷിപ്പ് പോവും. പിന്നെ തുടർന്ന് വരുന്ന ഇലക്ഷനൊക്കെ മത്സരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അവരുടെ മാത്രമേ ഇത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി നേരത്തെ ഉണ്ടായിരുന്ന റൂൾ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പാർട്ടിയിലെ 3-1 ആളുകൾ ഒരുമിച്ച് അങ്ങ് പോയാൽ അവർക്ക് പ്രശ്നമില്ല, ബാധകമല്ല, അവർക്ക് ഡിഫെക്റ്റ് ചെയ്യാം. അതായത് 9 പേരുള്ളൊരു പാർട്ടി, 9 പേരുള്ള പാർട്ടിയിൽ നിന്ന് 3 പേര് റിസൈൻ ചെയ്ത് പോന്നു, കുഴപ്പമില്ല. 1/3 റിസൈൻ ചെയ്ത് പോയാൽ കുഴപ്പമില്ല, 1/3 മെമ്പേഴ്സ് വേറെ പാർട്ടി പോയാൽ കുഴപ്പമില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ പഴയ നിയമം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് വന്നു. 1/3 മെമ്പേഴ്സിന് പോകാം. അപ്പോൾ 9 പേരുള്ള ഒരു പാർട്ടിയിൽ ഒരാൾക്ക് പോകാൻ പറ്റത്തില്ല, 2 പേർക്ക് പോകാൻ പറ്റത്തില്ല, 3 പേർക്ക് പോകാം. 1/3 മെമ്പേഴ്സ് ക്യാൻ ലീവ് ദ പാർട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ക്രിറ്റിസം വന്നു. ക്രിറ്റിസം എന്താണ്? നമ്മുടെ നിയമങ്ങളെല്ലാം ഹോൾസെയിൽ ഡിഫെക്ഷൻ അനുഭവിക്കുന്നു, റീറ്റെയിൽ ഡിഫെക്ഷൻ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ഭരണഘടന ഒരു അമെൻമെൻറ്റ് വരുത്തി, 91st അമെൻമെൻറ്റ് 2003 91st അമെൻമെൻറ്റ് വന്നു. 91st അമെൻമെൻറ്റ് പറഞ്ഞു 1/3 മെമ്പേഴ്സിനും പോകാൻ പറ്റത്തില്ല. ഇപ്പം 1/3 മെമ്പേഴ്സിനും ലീവ് ചെയ്യാം, അപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ അപ്ലൈ ചെയ്യത്തില്ല എന്നുള്ള നിയമം മാറി 1/3 മെമ്പേഴ്സിനും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും ഒരു റൂളുണ്ട്, 2/3 മെമ്പേഴ്സ് വേണമെങ്കിൽ ഒരു പാർട്ടിയുടെ 3-2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വേറൊരു പാർട്ടി പോയി മെർജർ അനുവദിച്ചിട്ടുണ്ട്. 2/3 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ വേറൊരു പാർട്ടി പോയി മെർജ് ചെയ്യാം. പക്ഷേ 1/3 മെമ്പേഴ്സിന് പാർട്ടിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കുന്നത്, ഒരു പാർട്ടി ഒരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നു. ആ പാർട്ടിക്ക് മുഴുവനായിട്ട് മറ്റേ മുന്നണിക്ക് സപ്പോർട്ട് ചെയ്യാം. ഇപ്പം NDAക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ അത് ആ പാർട്ടി മുഴുവനായിട്ട് NDAക്കുള്ള സപ്പോർട്ട് പിൻവലിച്ചിട്ട് അവർക്ക് NDA സഖ്യത്തിന് സപ്പോർട്ട് കൊടുക്കാം.
അല്ലെങ്കിൽ കേരളത്തിലെ LDFിലുള്ള ഒരു പാർട്ടിക്ക് മുഴുവനായിട്ട് LDFിനുള്ള സപ്പോർട്ട് പിൻവലിച്ച് UDFിന് തരാം. അല്ലാതെ ഒരു മെമ്പർക്കോ 2 മെമ്പർക്കോ അങ്ങനെ പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. പാർട്ടിക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ ഒരു ഫ്രണ്ടിന് സപ്പോർട്ട് കൊടുക്കാം, മറ്റേ ഫ്രണ്ടിന് സപ്പോർട്ട് കൊടുക്കാം. പിന്നെ ഒരാൾ ഡിഫെക്റ്റ് ചെയ്താൽ സാധാരണഗതിയിൽ പാർട്ടി കംപ്ലയിൻറ്റ് കൊടുക്കണം. പാർട്ടി ക്ഷമിച്ചാൽ കുഴപ്പമില്ല. അയാൾ ചിലപ്പം പാർട്ടിയുടെ പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്തു, പാർട്ടി പറയുന്നത് വോട്ട് ചെയ്യുന്നില്ല, പക്ഷേ പാർട്ടി പറയുകയാണ് സാറേ ഇല്ലെന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുക്കത്തില്ല. പാർട്ടി കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്കെതിരെ നടപടിക്ക് മുന്നോട്ട് പോകാം. സ്പീക്കറോ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ കേട്ടിട്ട് തീരുമാനം എടുക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി സ്പീക്കർ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. സ്പീക്കർ കാലുമാറി എന്നാണ് ഒരു പ്രശ്നം പറ്റുമെന്ന് ഇരിക്കട്ടെ. സ്പീക്കർ കാലുമാറി കൂറുമാറി സ്പീക്കർ പാർട്ടി പറഞ്ഞ് കേട്ടില്ല എന്നാണ് അലിഗേഷനെങ്കിൽ അതിനുണ്ടാക്കിയ നിയമം, സ്പീക്കർക്കെതിരെയുള്ള കേസ് തീരുമാനിക്കേണ്ടത് ഹൗസിലെ ഒരു മെമ്പർ. അപ്പോൾ ഹൗസ് എന്ത് ചെയ്യും? അതിൽ ഒരു മെമ്പറെ സെലക്ട് ചെയ്യും. അയാളായിരിക്കും സ്പീക്കർ കാലുമാറിയോ എന്ന് നോക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വൈസ് പ്രസിഡൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡൻറ്റ് രാജ്യസഭ മെമ്പറല്ല, അതുകൊണ്ട് ആൻറ്റി ഡിഫെക്ട് ഓഫ് വൈസ് പ്രസിഡൻറ്റിന് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ സ്പീക്കർക്ക് ആപ്ലിക്കബിളാണ്. പക്ഷേ സ്പീക്കർമാർ സാധാരണ അങ്ങനെ ഇതിൽ വരാറില്ല. സ്പീക്കർ വരികയാണെങ്കിൽ ആ ഹൗസിലെ ഒരു മെമ്പർ ഹൗസിലെ എല്ലാവരും കൂടി ഒരു മെമ്പറെ എലക്ട് ചെയ്യും. അയാൾ തീരുമാനിക്കും സ്പീക്കർ ഡിഫെക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ ആൻറ്റി ഡിഫെക്ട് ലോ വന്നുകൊണ്ട് സുപ്രീം കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി മാറുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ പാർട്ടി ജോയിൻ ചെയ്തത് മാത്രമല്ല, പാർട്ടിയുടെ പോളിസിയെ അത് നിശ്ചയമായി വിമർശിക്കുകയാണെങ്കിൽ പോലും ദാറ്റ് ക്യാൻ ബി കൺസിഡേഴ്സ് ഡിഫെക്ഷൻ. ഹി ക്യാൻ ബി ഡിസ്ക്വാളിഫൈഡ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഒരു പാർട്ടി ടിക്കറ്റ് വരുന്ന ആൾ പിന്നെ അങ്ങനെ പാർട്ടി മാറാൻ പാടില്ല. ആ ടേം തീരുന്നവരെ അയാൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള അവകാശം ഉണ്ടായിരിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ അയാൾ ജയിക്കുന്നതും അയാൾക്ക് ഇത് സീറ്റ് കിട്ടുന്നതും എല്ലാം പാർട്ടി ബേസിലാണ്. അതുകൊണ്ട് ഹി ഹാസ് നോ റൈറ്റ് ടു ലീവ് ദ പാർട്ടി, റിസൈൻ ഫ്രം ദ പാർട്ടി, ഓർ ഹി ഹാസ് നോ റൈറ്റ് ടു ജോയിൻ അനദർ പാർട്ടി. പക്ഷേ ഈ ആൻറ്റി ഡിഫെക്ട് ലോയ്ക്ക് വലിയ ഡ്രോബാക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ആൻറ്റി ഡിഫെക്ട് ലോ വരുന്നതിന് മുമ്പാണെങ്കിൽ മെമ്പേഴ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാം. പറയാമെന്ന് വെച്ചാൽ ഒരു ബില്ല് അവതരിപ്പിച്ചു, പക്ഷേ ബില്ലിന് ഒരുപാട് ഡിഫക്റ്റ് ഉണ്ട്. ഇയാൾ ആ പാർട്ടിക്കാരനാണെങ്കിൽ പോലും അയാൾക്ക് അത് ക്രിട്ടിസൈസ് ചെയ്ത് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്ത് പറ്റി? പാർട്ടി പറയുന്നതേ കേൾക്കാവൂ, പാർട്ടി പറയുന്നതിനെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് നമ്മളൊരു ടേം പറയും, പാർട്ടി ബോസിസം പ്രിവെയിൽസ് എന്ന് പറയും. പാർട്ടി ബോസ് പറയുന്നത് എന്താണോ അത് കേട്ടേ പറ്റുള്ളൂ. പാർട്ടി ബോസ് പറയുന്നത് കേട്ടില്ലെങ്കിൽ അത് ഡിഫെക്ഷനായിട്ട് കരുതാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റത്? ഓരോ പാർട്ടിക്കാരും അവരുടെ മെമ്പേഴ്സിനെ ലൈക്ക് ഹേർഡ്സ് ഓഫ് ആനിമൽസിൻ്റെ കൂട്ടത്തിലെ പോലെ പാർലമെൻറ്റിലേക്ക് വരുന്നു, പാർട്ടി പറയുന്ന പോലെ അവർ പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. അവരുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒക്കെ വളരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. എന്നാലും ആ ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടിന്യൂ ചെയ്യാനും ഈ പാർട്ടി ഇങ്ങനെ മാറുന്ന പ്രവണത ഇല്ലാതാക്കാനുമായിട്ട് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോഴും ചില ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിഫെക്ട്സ് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഉണ്ടാകും. അത് ഗവൺമെൻറ് നാച്ചുറലായിട്ട് അമെൻമെൻറ്റ് വരുത്തി മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോയെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കുന്നതും. പലപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്ന്, അപ്പീൽ കൊടുക്കാമോ, കോടതി അപ്പീൽ കൊടുക്കാമോ, ഹൈക്കോടതി സുപ്രീം കോടതി അപ്പീൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഒരു നോമിനൽ മെമ്പർക്ക് 6 മാസത്തിനകം ഏത് പാർട്ടിയിലും ചേരാം, പാർട്ടി മെമ്പർ അല്ലെങ്കിൽ. അതേസമയം ഇൻഡിപെൻഡൻറ്റ് മെമ്പർക്ക് ഒരു പാർട്ടിയിലും ചേരാൻ പറ്റത്തില്ല. ആകെയുള്ള പണിഷ്മെൻറ്റ് മെമ്പർഷിപ്പ് ഇല്ലാത്താകുന്നു, ഈസ് ഡിസ്ക്വാളിഫൈഡ്. അപ്പോൾ ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്തു, അവിടെ ഒരു ബൈ ഇലക്ഷൻ 6 മാസം നടക്കും, അയാൾക്ക് അവിടെ മത്സരിക്കുന്നതിന് തടസ്സം ഉണ്ടായിരിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോയെക്കുറിച്ച് ഓർത്തിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ എഴുതുക, അല്ലെങ്കിൽ I am giving my phone number. You can contact me in this phone number and I shall try to clear your doubts. Okay, we shall wind up this session.